ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഞാനിങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ തോന്നിയിട്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് മൈക്കൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ കാറിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ചെയ്യണം. ആകുമ്പോൾ ഇവിടുത്തെ ശബ്ദം അങ്ങോട്ടും പോവില്ല, അവിടുന്ന് ശബ്ദം ഇങ്ങോട്ടും വരില്ല എന്നൊക്കെയാണ് വിചാരിക്കണത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ക്ഷമിക്കുക. പിന്നെന്താണ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാനും സുഖമൊക്കെ തന്നെയാണ്. എന്നാലും നമ്മളൊരു പുലയിലാണ്. നമ്മുടെ ഒരു കസിൻ ബ്രദർ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പോൾ അതിൻ്റേതായ ഒരു പുലയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ്. അതുകൊണ്ട് ഇന്ന് ഭഗവാന്റെ മുന്നിൽ ഒരു വിളക്കും കൂടി വയ്ക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അമ്പലത്തിലൊന്നും പോകാൻ പാടില്ല. ഇനിയിപ്പോൾ 15-16 ദിവസമൊക്കെ കഴിയണമല്ലോ. അവൻ ചെറുപ്പമാണ്, ഒരു ആക്സിഡൻറ്റിൽ അവൻ മരിച്ചു. അതിൻ്റെ ഒരു വിഷമത്തിലുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായി, 4-5 ദിവസമായി. അപ്പം അത് കാരണം കൊണ്ട് ഇന്ന് ഏകാദശി ആയതുകൊണ്ട് ഭഗവാനിന്ന് വിളക്കൊന്നും കൊളുത്തിയിട്ടില്ല. പിന്നെ എന്താ വെച്ചാൽ ഞാൻ ഏകാദശിക്ക് അങ്ങനെ അരി ഭക്ഷണമൊന്നും കഴിക്കില്ല, ഗോതമ്പ് തന്നെയാണ് കഴിക്കുക. അപ്പോൾ ഇതാ ഗോതമ്പ് കഴിഞ്ഞ് ഇപ്പോൾ ഇതാ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പോൾ ഓഫാക്കിയിട്ടേ ഉള്ളൂ. പിന്നെ പയറും കൊണ്ട് പുഴുക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ ഏകാദശി എടുക്കും, ഏകാദശി എടുക്കണവരാരൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണം കേട്ടോ. പിന്നെന്താണ്, പിന്നെ നമ്മുടെ പൂച്ചക്കുട്ടികളുടെയും നമ്മുടെ പട്ടിക്കുട്ടൻ്റെ, അപ്പോൾ എനിക്കൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പട്ടിക്കുട്ടനെ പപ്പിക്കുട്ടൻ എന്ന് വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അയ്യോ, നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ വലിയ മനസ്സ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ മിണ്ടാപ്രാണികളോട് സ്നേഹമുള്ള ആളുകൾ, നോക്കി വളർത്തുന്ന ആളുകളും അതേപോലെ വളർത്താൻ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിട്ട് പറ്റാത്ത സാഹചര്യത്തിലുള്ള ആളുകളും അങ്ങനെ ഒക്കെയുള്ള ഒരു കൂട്ടായ്മയാണ് നമ്മുടെ കേട്ടോ. അപ്പം എന്താ പറയുക, അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം, നിങ്ങളുടെ നല്ല നല്ല കമൻസ്, നിങ്ങളുടെ അനുഗ്രഹം, സ്നേഹം ഒക്കെ ഒരുപാട് നന്ദി പറയണു. അപ്പോൾ എന്താ പറയുക, പിന്നെ എന്താ വെച്ചാൽ ഇതിൻ്റെ ഇടയ്ക്കൊരു സംഭവം ഉണ്ടായിട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ അതും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ വന്നിട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നല്ല ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ബാബുവേട്ടൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ഓട്ടം പോയിണ്ടായിരുന്നു ഒരു സ്ഥലത്തേക്ക്, കുളപ്പുള്ളിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ബാബുവേട്ടൻ അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് അതേപോലെ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് കടയിലേക്ക് കയറിപ്പോയി. അപ്പോൾ അവിടെ ആ കടയുടെ മുന്നിൽ തന്നെ ഒരു ചെറിയ പട്ടി നിൽക്കണു. അപ്പം അത് പ്രസവിച്ച പട്ടിയാണ്, നമുക്ക് കണ്ടറിയാലോ പ്രസവിച്ച പട്ടീനെ. അപ്പം അവിടുന്നാണെങ്കിൽ വഴി നീളെ അങ്ങനെയുള്ള പട്ടികൾക്കും ചെറിയ കുട്ടികൾക്കൊക്കെ അവിടിനെ കൊണ്ട് പറ്റണ പോലെ ഫുഡ് വാങ്ങി കൊടുക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര വിഷമമാണ് അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആളെന്ത് ചെയ്തു, കടയിൽ നിന്ന് കുറച്ച് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിയിട്ട് കടയുടെ മുന്നിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായാലോ എന്ന് വെച്ചിട്ട് കടയിൽ നിന്ന് കുറച്ച് മാറിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കടയിലത്തെ ആൾക്കാർ പറയാണ്, ഇവിടെ വെച്ച് കൊടുത്തോളൂ, ഇവിടെ വെച്ചിട്ട് തന്നെ കൊടുത്തോളൂ, എന്തിനാ പങ്കെടുത്ത് നീങ്ങിപ്പോണ്, ഇവിടെ വെച്ച് കൊടുത്തോളൂ, ഞങ്ങൾ ഫുഡ് കൊടുക്കണ പട്ടിയാണേ, അത് പ്രസവിച്ച് കിടക്കണ പട്ടിയാണ്, അപ്പോൾ അതിന് ഞങ്ങൾ ഫുഡ് കൊടുക്കാറുണ്ട്. അതേപോലെ ബാക്കിയുള്ള ഫുഡ് പൊതിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ പൊതി കടിച്ചു പിടിച്ചിട്ട് ആ പട്ടി അങ്ങനെ പോത്തര കുട്ടികൾക്ക് കൊണ്ടേ കൊടുക്കത്ര. ഏതോ ഒരു അമ്പലത്തിൻ്റെ അടുത്താണ് ഇത്ര പട്ടി പ്രസവിച്ച് കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഭയങ്കര സന്തോഷമായി. അങ്ങനെയുള്ള കുറേ ആളുകൾ അപ്പോൾ അത് കണ്ടപ്പോൾ അവരവിടെ തന്നെ വെച്ച് കൊടുത്തോളൂ പറയുമ്പോൾ അവിടെ തന്നെ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അവരങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് ബാബേട്ട അങ്ങനെ കടയിൽ കയറിയപ്പോൾ ശ്രദ്ധിച്ച് നിൽക്കണേ, പൂച്ചകളുണ്ട് നോക്കുമ്പോൾ കടയിൽ 3-4 പൂച്ചക്കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ബാബേട്ടന് ഭയങ്കര സന്തോഷമായി. കാരണം അവർ കുറച്ച് പ്രായമായ ആളാണ് തോന്നുന്നു. എന്നിട്ടും ആൾക്ക് ആ ഒരു സ്നേഹിക്കാനും സഹജീവികളോട് കാണിക്കുന്ന കരുണ, ദയ എന്നൊക്കെ പറയണത് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു കാര്യം കേട്ടോ. അല്ലാതെ നമ്മൾ അതൊന്നും ഇല്ലാതെ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ നമ്മുടെ കണ്ണിൻ്റെ മുന്നിൽ കാണുമ്പോൾ അത് കണ്ണടച്ച് പിടിച്ചിട്ട് നമ്മൾ അമ്പലങ്ങളിൽ പോയിട്ട് നമ്മുടെ നല്ല ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എങ്ങനെ ഭഗവാൻ കേൾക്കും? ഭഗവാൻ കേൾക്കില്ല. അപ്പം ഞാനായാലും ആരായാലും അപ്പോൾ നമുക്ക് പറ്റണത് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഉപകാരം ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആരും ഉപദ്രവിക്കാതിരുന്നാലും അതും വലിയ കാര്യമൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഭഗവാന്റെ ഗുരുവായൂരപ്പൻ്റെ ഏകാദശിയൊക്കെയാണ്. അപ്പോൾ ഞാൻ ഏകാദശിയൊക്കെ എടുക്കണ ഒരാളാണ് കേട്ടോ. അങ്ങനെ കുട്ടിയിൽ തൊട്ടിട്ടൊന്നല്ല, ഒരു കാലഘട്ടത്തിന് ശേഷം അങ്ങനെ ഏകാദശിയൊക്കെ എടുക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാനിങ്ങനെ വെജിറ്റേറിയനായി മാറിയത്. പിന്നെ അങ്ങനെ ഏകാദശിയൊക്കെ എടുക്കുന്ന സമയത്ത് പിന്നീട് നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ മീനോ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്ന സമയത്ത് ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങും.
ബോഡി അത് സ്വീകരിക്കാതെയായി. പിന്നെ അങ്ങനെ ഫുള്ളായിട്ട് അവിടെ നിർത്തി. ഇപ്പം അങ്ങനെ കഴിക്കാനുള്ള ഒരാഗ്രഹവും ഇല്ല. ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ടവർക്ക് നമുക്ക് അതുകൊണ്ട് കഴിക്കണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനും കുട്ടികൾക്കൊന്നും ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് ഒരു മടിയില്ല കേട്ടോ. പക്ഷെ സ്വതവേ ഇവിടെ എല്ലാവരും കഴിക്കൽ കുറവാണ്. കുട്ടിയായാലും ഒരാൾ കഴിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഇടയ്ക്ക് പോയി ഛർദ്ദിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അപ്പോൾ ഭഗവാൻ നമുക്ക് പിന്നെ ഇപ്പം എന്താണ്, അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ ഊണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ കിടന്ന ഓരോ ഭാഗത്ത് ഉറങ്ങുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ അവരെ ഒന്നും കാണിക്കണില്ല, ഞാൻ എന്നെ തന്നെ കാണിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് കുറച്ച് സംസാരിക്കണം തോന്നി. അപ്പം എൻ്റെ അടുത്ത് മൈക്കൊന്നുമില്ല കേട്ടോ, ഞാനിങ്ങനെ മൊബൈലിലൂടെ ഡയറക്റ്റായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അത് എത്രമാത്രം ക്ലിയർ ആവും എനിക്കറിയില്ല. ഇനിയിപ്പോൾ ക്ലിയർ ആയില്ലെങ്കിൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യൂല. അപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ, ഞാനൊക്കെ അടച്ചിട്ട കാരണം കൊണ്ടേ. അപ്പോൾ എന്താ പറഞ്ഞു വന്ന് നമ്മൾ ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണെന്ന് വെച്ചാൽ എല്ലാവരും നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും ഒക്കെ പറയണം. എന്താ അഭിപ്രായം പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സ്നേഹം അറിയിക്കണം കേട്ടോ, അത്രേ വേണ്ടൂ. നമുക്ക് ചാനൽ ഒരുപാട് ഗ്രോത്ത് ആവുക എന്നതിൻ്റെ അപ്പുറം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ടാണ് കേട്ടോ പറയുന്നത്. എനിക്ക് നമ്മൾ തമ്മിലുള്ള കോൺവെർസേഷനൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ സംസാരം, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ പൂച്ചക്കുട്ടികളെയും നമ്മുടെ പപ്പിക്കുട്ടനെയും ഞാൻ അങ്ങനെ പറയാം, നമ്മുടെ പപ്പിക്കുട്ടനെയൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുക, അവർ നിങ്ങളെ കാണുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ വീട്ടിലുള്ള പൂച്ചക്കുട്ടികളുടെ കാര്യവും ഒക്കെ പറയുമ്പോൾ തമ്മിലുള്ള ഒരു കൂടിച്ചേരലുണ്ടല്ലോ, അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. എനിക്ക് എന്നെ പോലെ കുറേ ആളുകൾ ഉണ്ട് എന്ന് അറിയണതും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെന്താ, അപ്പോൾ എല്ലാവരുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി. അപ്പോൾ ഞാൻ ഏകാദശിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പൂർണ്ണമായിട്ട് ഉപവാസമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് തുളസി തീർത്ഥം മാത്രം കുടിച്ചിട്ട് ഏകാദശി എടുത്തിട്ടുണ്ട്, അതേപോലെ പഴങ്ങൾ കഴിച്ചിട്ട് മാത്രം ഏകാദശി എടുത്തിട്ടുണ്ട്, അതേപോലെ ഈ കൊള്ളി ഉണ്ടല്ലോ, കൊള്ളി വേവിച്ചിട്ട് അത് കഴിച്ചിട്ട് മാത്രം എടുത്തിട്ടുണ്ട്. പക്ഷെ കൊള്ളി കഴിച്ച ഏകാദശി എടുത്ത ദിവസമൊക്കെ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ഭയങ്കര തലവേദനയായിരിക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കൊള്ളി ഇങ്ങനെ കൊള്ളി പറയുന്നത് കപ്പാട്ടോ, പൂളക്കിഴങ്ങ്. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ തലവേദന വരും. അപ്പം പിന്നെ ഞാൻ അത് ഒഴിവാക്കി. പിന്നീട് ഇപ്പം അങ്ങോട്ട് കുറേ ആയിട്ട് ഇപ്പോൾ ഒരു മാസത്തിൽ തന്നെ 2 ഏകാദശിയൊക്കെ വരുമല്ലോ. ദൈവം സഹായിച്ചിട്ട് എനിക്ക് അതൊക്കെ എടുക്കാൻ പറ്റാറുണ്ട്. അപ്പം ഞാൻ പക്ഷേ ഗോതമ്പ് കഴിക്കും കേട്ടോ, അരി ഭക്ഷണം ഒഴിവാക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ കുറേ കാലമായിട്ട് വെജിറ്റേറിയനാണ്, പ്യൂർ വെജിറ്റേറിയനാണ്. പിന്നെ നമ്മൾ ദിവസവും കുളിച്ചിട്ടാണ് ജലപാനം ചെയ്യണത്. പിന്നെ ഇപ്പം നോണൊന്നും കഴിക്കുന്നില്ല. പിന്നെ അരി ഭക്ഷണം ഒഴിവാക്കും, പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കില്ല, മസാല, മല്ലിപ്പൊടി, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കണില്ല, ഉള്ളി അങ്ങനത്തെ ഒക്കെ ഒഴിവാക്കും. അങ്ങനെ എനിക്ക് പറ്റാവലെയാണ് കേട്ടോ ഞാൻ ചെയ്യണത്. കാരണം എന്താ വെച്ചാൽ നമ്മള് ഇനി പൂർണ്ണമായിട്ട് ഈ ഗുരുവായൂർ ഏകാദശിക്ക് ഞാൻ പൂർണ്ണമായിട്ടൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചതാണ്. അപ്പം നമുക്ക് ഭഗവാനോടൊന്ന് വിളക്ക് വെക്കാനൊന്നും പറ്റിയില്ല. പിന്നിൽ അച്ചു വരച്ച ഒരു രാധയും കൃഷ്ണന്റെ ഫോട്ടോ ചിത്രം ഉണ്ടായി, പോയിട്ട് പൂക്കൾ കൊണ്ടുവച്ചു വീടിന്റെ പിന്നിൽ ചുമരില്. അപ്പോൾ പക്ഷെ വിളക്ക് വെക്കാൻ പറ്റിയില്ല, പൊലിയാണ്. അപ്പോൾ അമ്പലത്തിലൊന്നും പോകാൻ പറ്റിയില്ല. എന്നാലും നമുക്ക് പറ്റണ പോലെ. അപ്പം എന്താ വെച്ചാൽ ഈ പൂച്ചക്കുട്ടികളുടെ കാര്യവും വീട്ടിലത്തെ കാര്യങ്ങളും എല്ലാം കൂടെ നമ്മൾ ഒരാളിങ്ങനെ ഓടി പായുമ്പോഴേ നമ്മളാകെ തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. അപ്പോൾ ഫുഡില്ലാതെ പറ്റില്ല. മിക്കവാറും ഞാൻ രാവിലെ കഴിക്കാറില്ല കേട്ടോ, രാത്രി വൈകുന്നേരം ഗോതമ്പ് കഞ്ഞി കുടിക്കും. പിന്നെ എന്തെങ്കിലും പയറുപുഴുക്കോ ചെറുപയർ ഇങ്ങനെ വെറുതെ ഉപ്പിട്ട് വേവിച്ചിട്ട് എണ്ണ ഒഴിച്ച് വെറുതെ ഒന്ന് ആക്കും, അതാണ് കൂട്ടിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ പിന്നെ കുറേ പേര് എന്നോട് എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള കമൻസ് ഒന്നും അങ്ങനെ വരാറില്ല കേട്ടോ. എന്തെങ്കിലുമൊക്കെ നിസ്സാരമായിട്ട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലേ ഉള്ളൂ, അതൊന്നും കുഴപ്പമില്ല. കാരണം എന്താണെന്നറിയോ, ബഹുജനം പലവിധം എന്നല്ലേ. ചിലവർ നമ്മൾ എത്ര നല്ലത് ചെയ്താലും അതിലത്തെ ചെറിയ ചെറിയ മൈന്യൂട്ടായ തെറ്റുകൾ കണ്ടുപിടിക്കാൻ പെട്ടെന്ന് അത് കുഴപ്പമില്ല, അത് ഞാൻ ഒന്നും ശ്രദ്ധിക്കാറില്ല. അതെന്തോ പറഞ്ഞു പോയിക്കോട്ടെ, നമുക്കൊരു കമൻ്റായി എന്ന് മാത്രമേ ഞാൻ വിചാരിക്കുന്നുള്ളൂ കേട്ടോ. പിന്നെ എന്താ, അപ്പോൾ എനിക്ക് സ്ഥിരമായിട്ട് ഞാൻ ഈ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ട്. അതേപോലെ ഇപ്പോൾ വന്നിട്ട് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യണ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ അങ്ങനെ എന്നോട് മോപ്പളേന്ന് വിളിക്കും, ചേച്ചിന്ന് വിളിക്കും, അങ്ങനെയൊക്കെ വിളിക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അവരൊക്കെ ഓരോ പേരിങ്ങനെ കാണും. അപ്പോൾ ടോപ്പ് കമൻറ്റ് ചെയ്ത ആൾക്കാരുണ്ട്.
അപ്പോൾ അതൊക്കെ അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു വീഡിയോയിലൊക്കെ ആരെങ്കിലും അങ്ങനെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യാത്തവരൊക്കെ വരുമ്പോൾ വിചാരിക്കും അയ്യോ എന്താ അവർ ചെയ്യാഞ്ഞെന്നൊക്കെ വിചാരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാവരും എനിക്കറിയാം, നിങ്ങൾക്ക് എന്നെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണുന്നില്ലെങ്കിൽ പോലും ശരിയല്ലേ പറഞ്ഞു, എന്നെ നിങ്ങൾ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെ കാണുന്നില്ല, പക്ഷെ എനിക്ക് നിങ്ങളെയൊക്കെ അറിയാം കേട്ടോ. എല്ലാവരോടും ഒരുപാട് സ്നേഹം. പിന്നെന്താ പറയുക, അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതം. അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. നമുക്ക് എന്താ പറയുക, നമ്മുടെ കുട്ടികളൊക്കെ ഓരോ ഭാഗത്ത് സേഫായി അവരവരുടെ സ്വന്തം കാര്യത്തിനായി കഴിഞ്ഞാൽ ഭഗവാൻ വിളിച്ച് അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പക്ഷേ ഈശ്വര നിശ്ചയം എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. നമ്മളിനിപ്പോൾ എന്തൊക്കെ അനുഭവിക്കണം, ഇനി നമ്മൾ എന്തൊക്കെ ചെയ്ത് തീർക്കാണ്ട് ഒക്കെ ഭഗവാനെ അറിയുള്ളൂ. അപ്പോൾ അത് അതേപോലെ ലൈഫ് അങ്ങനെ പോട്ടെ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം, നന്ദി. അപ്പം ഞാനിങ്ങനെ ഒരൊറ്റ ഇതിലങ്ങനെ പറഞ്ഞു പോവുകയാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാവും, മനുഷ്യരല്ലേ, ഒക്കെ ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും എല്ലാം തുടർന്നുണ്ടാവണം. അപ്പോൾ നമുക്ക് നമ്മുടെ പൂച്ചക്കുട്ടികളും നമ്മുടെ പപ്പിക്കുട്ടനൊക്കെ ആയിട്ട് അങ്ങനെ തുടർന്ന് മുന്നോട്ട് പോവാം. പിന്നെ ചിലവരൊക്കെ എന്നോട് പറയാറുണ്ട് കേട്ടോ, ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യൂ എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ചെയ്യണം, എനിക്ക് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ, സത്യമായിട്ടും. അപ്പോൾ ചെയ്യണം എന്ന് തന്നെ വിചാരിക്കുന്നത്. എനിക്ക് എടുക്കാനൊക്കെ ഇതൊന്നും നമ്മളിതൊക്കെ ഒന്ന് ചെയ്യണം, അത് എടുക്കാൻ ഒരാളെ കിട്ടുന്നില്ല. കുട്ടികളൊക്കെ ഓരോന്നിലും എൻഗേജ്ഡ് ആണ്. ഞാൻ തന്നെ വേണം ഒറ്റയ്ക്ക് ഒരുവിധം വീഡിയോസൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തെത്തിക്കണം, ഞാൻ ഒറ്റയ്ക്ക് ഓരോ ഭാഗത്ത് കൊണ്ടുപോയി ഫോണൊക്കെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട്. അത് കാരണം ഞാൻ ഇങ്ങനെ രാവിലെ എണീക്കുമ്പോൾ പിന്നെ ഇവരുടെ ബഹളാവും, പിന്നെ വീട്ടിലത്തെ കാര്യങ്ങളാവും, അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കതൊക്കെ എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. അത് കാരണം എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പോൾ എന്നാൽ ശരി, ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഇപ്പം എന്തൊക്കെയോ ഞാൻ പറയണമെന്ന് വിചാരിച്ചൊക്കെ ഞാൻ മറന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴാവും അയ്യോ ഞാൻ ആ കാര്യം പറഞ്ഞില്ലല്ലോ, ഈ കാര്യം പറഞ്ഞില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇതുവരെ കേട്ട എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം.